ഓ സമയം 4:45 കഴിഞ്ഞ. എവിടെ ഇത്തിരി ചായ കട്ടിയേ? എവിടെ ഇവിടെ ഇല്ലേ? ഇവിടെ എവിടെ പോയി? ലേറ്റൊക്കെ ഇട്ട് വെച്ചിട്ട് കാണാനില്ലല്ലോ. ഇവിടെ നീ ഇവിടെ ഇരിക്കണല്ലേ? നീ എവിടെ പോയിരിക്കായിരുന്നു? 4 മണിയാകുമ്പോ ചായ വെച്ചിരുന്നു അറിയില്ലേ? നീ ലേറ്റ് ഒക്കെ ഇട്ട് വെച്ചിരുന്നു. എവിടേക്ക് ഇപ്പൊ തണ്ടാൻ പോയി? ഒരു കാര്യം ചോദിക്കാൻ പോയതാ. അവിടെ ഈ നേരം വരെ ചായ വെച്ചു അവിടെ ഒരാളും ചായ തന്നിട്ടില്ല. ചായ വെച്ച പോയിട്ട് ഈ നേരം വരെ ചായ വെച്ചു തരാണ്ട് എന്തിട്ട് ചെയ്യുന്നേ? നിങ്ങൾ അവിടെ ആളുള്ള കാരണല്ലേ ഞാൻ പോയത്. നീ വർത്താനം പറയാണ്ട് പോയി ചായ വെച്ചത് പോയിട്ട് ഇരുന്നിട്ട് ഈ നേരം വരെ നിങ്ങൾക്ക് ഒരു ചായ വെച്ചു തരാൻ എന്താ അവൾക്ക് പറ്റിയില്ലേ? ഞാൻ ചോദിക്കട്ടെ തന്നെ. ഓ അത് ശരി. ഫാനും ലൈറ്റും എല്ലാം ഇട്ടിട്ട് ഈ മൊബൈൽ നോക്കിട്ട് ഇരിക്കുകയാണല്ലേ? ഉപ്പാക്ക് ഒരു ഗ്ലാസ് ചായ തിളപ്പിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റൂലേ? എപ്പോഴും നേരത്തെ ഉറങ്ങായിരുന്നു. ഉപ്പ വിളിച്ചിട്ട് നേരം എന്തായി? ഉപ്പ വിളിച്ചിട്ട് പറയണെങ്കിൽ എവിടെയായിരുന്നു എന്നെ ചീത്ത അറിയണം. ഞാനിപ്പോ അവിടെ നിങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ ഉപ്പ ഉറങ്ങിയിരുന്നു. എണീച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയില്ല. ആ സമയം ആകുമ്പോ ഉപ്പാക്ക് ചായ കൊടുക്കണം നിനക്കറിയില്ല? ഇല്ലമ്മ, ഞാൻ അത് കൂടെ വരുമ്പോ ഉപ്പ ഉറങ്ങു തന്നെയായിരുന്നു. ഉപ്പ ഉറങ്ങണില്ലയോ? ഈ ഉപ്പാക്ക് 4 മണിയായ ചായ തിളപ്പിച്ച് കൊടുക്കണമെന്ന് അറിയില്ലേ? ഉപ്പ കറക്റ്റ് 4 മണിക്ക് ചായ കുടിക്കണമെന്ന് അറിയില്ലേ നിനക്ക്? ഈ ഉള്ള കാരണല്ലേ ഞാൻ പോയത് അങ്ങോട്ട്. ഉപ്പ വന്ന വരെ എന്നോട് വന്നിട്ട് ചൂടാകണം ഉപ്പ. ഇതൊക്കെ വീട്ടിലത്തെ പഠിപ്പാണോ? എന്റെ ഉപ്പാക്ക് 4 മണിയായ നീ ചായ കൊടുക്കാറില്ലേ? അതേപോലത്തെ ഉപ്പല്ലേ ഇത്? ആ ഉപ്പാക്ക് നേരത്തെ ചായ കൊടുക്കണമെന്ന് നിനക്കറിയില്ലേ? അതെങ്ങനെ വന്ന വരവേ മൊബൈൽ താഴത്തേക്ക് വെക്കൂലല്ലോ. ഏത് നേരം ആ മൊബൈൽ ഉണ്ടാവും കെട്ടിപ്പിടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ബുക്ക് ഉണ്ടാവും. ഇതല്ലേ നിനക്ക് പതിവ്? ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ വേഗം റൂമിലേക്ക് വന്നു. ഞാൻ വരുമ്പോ ഉപ്പ ഉറങ്ങും. അതുകൊണ്ടാണ് ചായ വെച്ച് കൊടുക്കാന്. എന്ത് പറഞ്ഞ എന്താ കാര്യം? ഞാൻ പോയി ചായ വെക്കട്ടെ. ഞാൻ വെക്കമ്മ ചായ. എന്നാ ചെന്ന് വെക്കി. ഉള്ള പഞ്ചസാരയൊക്കെ വാരിയിടണ്ട, ഷുഗറൊക്കെ ഉള്ളതല്ലേ. പഞ്ചസാര കുറയ്ക്ക, എനിക്ക് വേണ്ടി വെക്കി. ഓ എവിടെ തന്നെ കിട്ടിയാവോ? നീ അതിനെ ആട്ടി പറഞ്ഞേക്കണ നിക്ക് പോയി ചായ വെച്ചൂടെ? എന്തിനാ ചായ വെക്കണേ? ഒരു ചായ വെക്കാനെന്താ അറിയില്ലേ? എന്താ അറിയില്ലേ? എന്താ ഞാനിവിടെ ഏത് നേരം ചായ വെച്ചോണ്ടിരിക്കണ? മരുമകൾക്ക് ചായ വെച്ചോണ്ട് തരാൻ പറ്റില്ലേ? ഇതൊന്നും അറിയില്ലേ? അതിന് പോയിട്ട് പറഞ്ഞിട്ട് നീ പോയിട്ട് ഇട്ടൂടെ? എന്നിട്ട് നിർബന്ധമായിട്ട് പറഞ്ഞേക്കണ? ആവശ്യമില്ലാത്തതിനൊക്കെ ഇതാകണ്ടട്ടെ. നിങ്ങൾ ആവശ്യമില്ലാത്ത തലയിൽ തൂക്കി വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയണ്ട ഒരു ഇത് വരുന്നത്. എന്ത് പറഞ്ഞാലും ഏട്ടേ വരും അങ്ങോട്ട്. മരുമക്കന്മാരെ കൊണ്ടുവരുന്നതേ കുടുംബത്തെ അത്യാവശ്യം പണികൾ എടുക്കാനാ, അല്ലാണ്ട് എനിക്ക് അടിച്ചു വരാനും തുടക്കാനും ഞാൻ അന്നോട്ട് ഇന്ന് വരെ ചെയ്യണില്ലേ. ആ മരുമക്കന്മാര് വരുമ്പോഴാണ് അമ്മായിമാർക്ക് ഇത്തിരി ഒരു ആശ്വാസം. അതിനാണ് ഈ മരുമക്കളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന മരുമക്കളെ ഒന്ന് കണ്ടറിഞ്ഞെല്ലാം ചെയ്യണം. അത്യാവശ്യം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ വന്നവരും എന്നോട് ചൂടായില്ലേ? ആ കുട്ടിക്ക് എണിച്ചിട്ടുള്ള ചായ തിളപ്പിച്ചതിന് ഇപ്പൊ ഇത്ര വർത്താനം ഞാൻ പറയോ? അതെന്താ ചെയ്യാത്ത? അപ്പൊ അങ്ങനെ എന്നെ ചൂടുള്ളത് കൊടുക്കണം. തുടക്കത്തിൽ അപ്പ ചൂട് കൊടുത്തില്ലെങ്കിൽ ശരിയാവൂല. വെച്ചോണ്ടിട്ടേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ അത് ഒരു കാര്യം ചൊവ്വന് ചെയ്യണില്ല. ഇനി ഇതും കൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്താകും? അതിന് നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട. നീ ഇപ്പൊ നോക്കിയേ, അത് കൊളാക്കിട്ട് കൊണ്ടിട്ടുണ്ടാവും ചായ കുടിക്കാൻ പറ്റാത്ത. അതെ, കൊളാക്കും മറ്റേ കാലാകാലം ഞാനൊരു നേരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കായാലും ചായ തിളപ്പിച്ച് കൊണ്ടുവരണം. വെച്ച് പഠിക്കണം. വെച്ച് പഠിക്കാനുള്ള എല്ലാ ഇതും ആയിട്ടുണ്ട്. ഇല്ല കുട്ടിയൊന്നും അല്ലല്ലോ കല്യാണം കഴിച്ചോണ്ട്. ചായ വെച്ച് കൊണ്ടിട്ട് ചായക്ക് കടുപ്പുണ്ടോ, എങ്ങനെ മധുരം ഞാനൊന്ന് നോക്കട്ടെ. അത് നിങ്ങൾ കുടിക്കുമ്പോ പഠിക്കുക എന്തോ ചെയ്ത് എനിക്ക് തരുമ്പോ നല്ല ചായ എടുത്തു. അതെ, ഇതുവരെ ഞാനല്ലേ ചായ വെച്ചോണ്ട് ഇന്ന് ചായ വെച്ചോണ്ടിട്ടെ കുടിച്ചോക്ക്. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ഇത് അത് നീ എന്നെ പോയി എടുക്കുക നല്ലത്. എനിക്ക് സൗകര്യം ഇല്ല, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. വെച്ച് കൊണ്ടിട്ട് നോക്കട്ടെ തന്നെ. അവിടെ മിച്ചർ ഇരിക്കണ്ട, അതെടുത്ത് ഉപ്പാക്ക് കൊടുക്കും. എനിക്ക് മിച്ചറൊന്നും വേണ്ട, എനിക്ക് ചായ മതി. നേരത്തെ നേരം ഇതുപോലെ ചായ വെക്ക്, ചായ എടുക്കുന്നു പറയണ്ട. അതത് സമയമാകുമ്പോ ചായ കൊടുക്ക, കാലത്തായാലും ഉച്ചക്ക് ശേഷമായാലും ഇട്ടാ. ഇനി എപ്പോഴും ഇതുപോലെ പറയിപ്പിക്കണ്ട.
എന്താ ഇവിടെ കിടക്കണ കോലോ? ഇതൊക്കെ നാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച സാധനങ്ങളല്ലേ? ഇതെന്നൊക്കെയാണ് വിളമ്പിക്കൊണ്ട് തന്നത്. ഇതൊക്കെ നാ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് അപ്പൊ തന്നെ കഴുകി വെക്കേണ്ടതല്ലേ ഇതൊക്കെ? എന്താ ഈ അടുക്കള കിടക്കണ കോല? പുറത്തുനിന്ന് ആരെങ്കിലും പെട്ടെന്ന് വന്നാലേ അവര് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിക്കും ഇവിടുന്ന്. എന്തെങ്ങനെ ഇതൊക്കെ ഉമ്മ നേരം പറഞ്ഞായിരുന്ന മോളെ? നോക്കിയേ, ഉച്ചക്ക് കഴിച്ച കുക്കറാണ്. ആ കുക്കർ ഞാൻ കഴുകി വെക്കുന്ന പറഞ്ഞിട്ട് പോയത്. ആ കുക്കർ വെച്ച പാട് അങ്ങനെ കിടക്കണ. കാലത്ത് ചായ കുടിച്ച ഫ്ലാസ്ക് ആണത്, അങ്ങനെ കിടക്കണ്. എല്ലാ പണിയും അവര് മരുവളെ കൊണ്ടുവന്നിട്ട് ഈ ഉമ്മാടെ കൈ എല്ലായിടത്തേക്കും എത്തണം പറയുമ്പോഴാണോ? ഉമ്മ വല്ലതും പറയുമ്പോഴോ നിനക്ക് ഭയങ്കര വിഷമാവും. പറയാണ്ടിരുന്നാലോ ആഹാ അതങ്ങനെ കെടുക്കും. എന്തിവിടെ കിടക്കണ കോല? പെട്ടെന്ന് ഒരാൾ വന്നാല് അവരെ വീട് അകത്ത് പോയ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോക്കാളിയും. ഒരു മരുവള് വന്നിരിക്കുന്ന വീടാണല്ലേ ഇത്? അതൊക്കെ അതത് രീതിയിൽ വെക്കണ്ടേ? ഇവിടെ ആരുള്ളത്? നമ്മള് 3 ആളല്ലേ ഉള്ളത്. ആ കുക്കർ എപ്പ അരിയരച്ച് വെച്ചാണ്? ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ പെട്ടെന്ന് അത് കഴുകിയൊക്കെ വെക്കുന്നത്. എത്രയും പെടുന്നതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചോട്ടാ. ഇക്ക വിളിച്ചിട്ടുണ്ട്, ഇക്കാക്കുള്ള ഞാൻ കൊടുക്കുന്നുണ്ട്. ഇക്ക വിളിച്ചിട്ടുണ്ട്. ആ പണി സമയത്തൊക്കെയാണ് ഇക്ക വിളിച്ചിട്ട് വർത്താനം പറയാ. കഴുകി വെക്കമ്മന്നല്ല, കഴുകി വെക്ക്. ഇതൊക്കെ വൃത്തിയാക്ക്. വൃത്തിയാക്കിയില്ലെങ്കിണ്ടല്ലോ, വൃത്തിയാക്കിട്ട് നീ ചെന്ന് കിടക്കുള്ളൂ. എന്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാ? എപ്പ പോയതേ റൂമെന്ന്? എത്ര നേരമായി നീ പോയിട്ട്? ആ നേരം വരെ ഇത് കറങ്ങി കിടക്കല്ലേ. നോക്കിയേ, നോക്ക് ഉമ്മ നോണ പറയണേ. നീ അത് നോക്ക്. ഇങ്ങനെ പോണല്ലോ. ഈ കറണ്ട് ബില്ലൊക്കെ ആരാ കെട്ടുക? എന്തോരം നാം പറയുന്നു. ഇത്രയും പറഞ്ഞ പോലും അറിയാത്തൊരു ഇവിടുന്ന് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ ലാസ്റ്റ് വന്നിട്ട് നീ ഇട്ടിട്ട് പോയത് എനിക്കറിയില്ലല്ലോ. അതാണ് അങ്ങനെ വന്നില്ല. അപ്പൊ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അതൊക്കെ ഓഫ് ആക്കിയിട്ടില്ലേ പോണ്ട്? ഈ വയസ്സായി ഉപ്പ കച്ചവടത്തിന് പോയിട്ടാണ് ഇക്കണ്ട കറണ്ട് ബില്ലും വീട്ടു ചെലവും എല്ലാം കഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അത്യാവശ്യം ഇട്ടാൽ മതി. നോക്കിയേ, ആ കറക്റ്റിന് അങ്ങോട്ട് നീക്കുക. ആ കറക്റ്റിന് അങ്ങോട്ട് നീക്കുക. പകലൊക്കെ രാത്രി മാത്രം തിന്നാറിട്ടാൽ മതി. ആ കറക്റ്റ് 2 സൈഡ് അങ്ങ് നീക്കിയിട്ടേ ആ 2 ജനൽ അങ്ങോട്ട് തുറന്നിട്ടുണ്ടല്ലോ, നല്ല കൂളിങ് വരും. നല്ല അടിപൊളി കാറ്റ് വരും കേട്ടാ. അത് വലിയ ജനലായതുകൊണ്ട് എപ്പോഴും തുറന്നിടാൻ പറ്റും. തുറന്നൊക്കെ ഇടാൻ ഒരു കുഴപ്പമില്ല. ആ ജനൽ അങ്ങോട്ട് തുറന്നിട്ടേ ആ കാറ്റ് കൊണ്ടാൽ മതി പകലിട്ടാ. ഇക്ക പറഞ്ഞോട്ടെ, ഇക്ക അവിടെ നിന്ന് പറയണ പോലെയല്ല. ഇവിടെ കറണ്ട് ബില്ലേ മാസത്തില് വരും. 2 മാസം കൂടുമ്പോ എത്ര ഘട്ടത്തിലാ വരിക. അതുകൊണ്ട് എങ്ങനെ കെട്ടുക? നമ്മളെ കാശല്ലേ പോവുക. അപ്പൊ മോളൊരു കാര്യം ചെയ്യാ, ഫാൻ ഇടണ്ട. ആ 2 ജനൽ അങ്ങോട്ട് നീക്കണ്ടല്ലോ, നല്ല കാറ്റ്. ആ കാറ്റ് കൊള്ളുന്ന സുഖം, ഫാൻ്റെ കാറ്റ് കൊള്ളുന്നല്ല സുഖം കേട്ടാ. ഇനി അങ്ങനെ ചെയ്താൽ മതിട്ടാ. കിടക്കുന്ന നേരത്തെ മാത്രം തിന്നാരം ഇടുക. ഉറക്കം പിടിച്ച് വരുമ്പോഴേക്ക് ഓഫ് ആക്കുക കേട്ടാ. അങ്ങനെ ചെയ്താൽ മതി. അതെ, കറണ്ട് ബില്ല് കുറച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെന്നെ ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ പറയണ. പാവല്ലേ ഉപ്പ, ഈ കച്ചവടത്തിൽ കിട്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അതാ ഞാൻ പറയണ. കറണ്ട് ബില്ല് ഇനി ഫാൻ ഇടണ്ട. ആ ജനല് പകലൊക്കെ ജനല് തുറന്നിടുക. ഫാനേ ഇടണ്ട കേട്ടാ. അത്യാവശ്യം റൂമിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഇടുക. ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കുക. ഏത് നേരം ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കാൻ പാടില്ല. കറണ്ട് ബില്ലല്ലേ കൂടുന്നത്. നമ്മൾ വെറുതെ അവരെ പരത്തിയിട്ട് എന്താ കാര്യം? അതാണ് ഉമ്മ പറയണത്. ഉമ്മ പറയണത് ദേഷ്യം ഒന്നും വിചാരിക്കരുത് കേട്ടാ. ഇല്ലേ, പോയിട്ടേ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കൊണ്ടുപോയിട്ട് മുക്കി വെച്ച്. അവിടെ കുറെ തുണികളുണ്ട്. ആ തുണികളൊക്കെ എടുത്തിട്ട് വെള്ളം തിരിച്ചിട്ട് മുക്കി വെച്ച്. ഒക്കെ ഒന്ന് പഠിക്കണല്ലോ. എന്നും ഉമ്മാക്ക് ചെയ്യാൻ പറ്റുമോ? പോയിട്ട് ആ വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ എടുത്ത് മുക്ക്. എന്തേലും തിരിച്ചു പറയാൻ വല്ല വഴിയുണ്ട്. അപ്പത്തേനും എന്തേലുമൊക്കെ പറഞ്ഞിട്ട് നിർത്തും. അല്ല, അമ്മ 8 വട്ടം കളിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ലൈറ്റ് ഓഫ് ആക്കണം. ഹലോ അസ്സലാമു അലൈക്കും. അമ്മ കുറേ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ അടുക്കളയിലായിരുന്നു. ഇക്ക വിളിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നേരം വൈകും, കുറച്ചു നേരം പിടിക്കും ഇക്ക വിളിക്കാനുമ്മ. സൗണ്ടിനോ കുഴപ്പമൊന്നുമില്ല. ചെറിയ ജലദോഷം പോലെ തലവേദനിക്കുന്നുണ്ട്, അതാണ്. ചായയൊക്കെ കുടിച്ചോ? കുഴപ്പമൊന്നുമില്ല, അമ്മ അവിടെ ഇരിക്കുന്നു. അതൊന്നുമില്ല അമ്മ. ഇവിടെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പണികളൊന്നും ചെയ്യണില്ല, ചായയൊന്നും വെച്ച് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ജാതി വിഷമമായി.
അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇക്കാൻ്റെ ഉമ്മ തന്നെയല്ലേ, അവര് പറയുന്നതിലൊന്നും ഞാൻ കാര്യമാക്കണില്ല. ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയല്ലേ കുടുംബമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പം പിന്നെയും കുഴപ്പമില്ല. ഉമ്മയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടൊക്കെ. ഇപ്പോഴും ലൈറ്റ് ഇട്ടു ഫാൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധം കഴിഞ്ഞുള്ളൂ. ഞാനൊന്നും തിരിച്ചു പറയലില്ല, എനിക്ക് പേടിയാണ്, അവരെ കാണുമ്പോൾ തന്നെ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു ഇനി എന്തെങ്കിലും വിചാരിക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ഇല്ല ഇക്കാനൊന്നും വിളിച്ചിട്ട് ഒന്നും പറയലില്ല. അതൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ, അവരവിടെ ഉള്ളവരല്ലേ. അതെന്തിനാന്ന് വെച്ചു, അതിനിപ്പോൾ കേട്ട ഇവർക്കും വിഷമാവൂലേ, അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമാക്കിയില്ല. എനിക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ആ ചീത്തയൊക്കെ കേട്ടിട്ട് ഞാൻ റൂമിലേക്ക് വരുമ്പോഴാണ് ഉമ്മ 8 വട്ടം വിളിച്ചിരിക്കണ്. അപ്പം ഞാൻ എന്തെങ്കിലും പറയാനാവുമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഫോൺ എടുത്തത്. ഇവിടെ നല്ല ചൂടാണ്, രാത്രിയൊക്കെ മഴയുണ്ട്. കുഴപ്പമില്ലമ്മ, ഞാനിവിടെ ഇരിക്കുന്നു. ശരിമ്മ, എനിക്ക് കുറച്ച് വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ മുക്കി വയ്ക്കാനുണ്ട്. രാവിലെ നേരത്തെ എണിച്ചതും അലക്കണം. ഉമ്മേൻ്റെ അടുത്ത് മുക്കി വയ്ക്കാൻ പറഞ്ഞു. ഇപ്പോൾ റൂമിൽ കുറച്ച് അധികം നേരം നിന്ന് ചിലപ്പോൾ വന്ന് വാതിൽ മുട്ടും. ഞാൻ പോട്ടെ, രാത്രി ഇക്ക വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഉമ്മയാണ് ഇപ്പോഴും ലൈറ്റ് ഇട്ടു ഫാൻ ഇട്ടു. നീ എന്താണ് അവിടെ കാണിക്കുന്നത്? എന്ത് നീ എന്താ അതൊന്നും കേൾക്കാൻ പാടില്ല. അതെ, നിങ്ങൾ പറയാറില്ലേ, അയ്യോ അത് പാവം, നല്ല മരകള്, പാവം ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണതൊക്കെ ഞാനിപ്പോ അടുക്കളയിൽ നിന്ന് വരുമ്പോ കേട്ടതാ. ചെവിച്ച് കേട്ടു നോക്ക് നിങ്ങള്. അതൊന്നും കേൾക്കാൻ പാടില്ല, സ്വകാര്യമായിട്ട് പറയുന്നത്. ഒരു സ്വകാര്യമില്ല അവിടെ. ഞാൻ ഇവിടെ പറഞ്ഞ ഒക്കെ അവളുടെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു കൊടുക്കുക. ഉമ്മാക്കാണ് വിളിച്ചത്, എനിക്കറിയില്ല. ഉമ്മാക്ക് എന്നെ വിളിച്ചത് നിങ്ങൾ കേട്ടു കണ്ട. ഞാൻ ഞാൻ നിന്നെ പോലെ കൂടുതലല്ല. നീ എന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അത് ഉമ്മാക്ക് എന്തോ വിളിച്ചു പറഞ്ഞത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവള് ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞോട്ടെ. നീ എന്തിനാ അത് കേൾക്കാൻ? അതെന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണേ? നീ പോയി നിന്റെ പണി എന്തെങ്കിലും നോക്കിയേ വീട്ടിൽ. അതെ, നിങ്ങളാണ് അവളെ ഇത്രയ്ക്കും വിളവ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ അവളുടെ മുന്നിൽ ഇന്ന എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. മരുമകളാണ്, സ്വന്തം മകളെ പോലെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇവിടുത്തെ ഇതൊക്കെ കാണുമ്പോ ഞാനൊന്ന് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും അത് അമ്മക്ക് വിളിച്ച് പറഞ്ഞു. കേക്കണം. അപ്പൊ അതെന്തിനു വാതിലടച്ച് കുറ്റിയിട്ടിട്ട് ആയിക്കോട്ടെ, ഉമ്മാക്ക് പലതും പറയാനുണ്ടോ? ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായിരുന്ന? ഭൂകമ്പം ഉണ്ടായിരുന്ന? നീ ഒരു വേറെ എന്തെങ്കിലും പണി വെച്ചേ? അതെ, ഞാൻ ചോദിക്കോ തുറക്കാൻ പറയുള്ളൂ. തുടങ്ങ ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഓർത്ത് കേൾക്കുക പോയിട്ട്. മകളെ പോലെയല്ലേ, മകളുടെ സ്ഥാനത്തിൽ നിൽക്കേണ്ടത്. ഇല്ല കേൾക്കുന്നുണ്ടോ? ഞാനിത് ഇവിടെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടുകൊണ്ടിരിക്കുക. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, വർത്താനം പറഞ്ഞു. ഉമ്മ ഇപ്പൊക്കെ എല്ലാവരും ഉണ്ട് ഇവിടെ. നിങ്ങളെന്താ കഴിക്കണ്? എന്താണ് അൽഫാമാ? ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല അതൊന്നും. ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. എനിക്കും വേണ്ട, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കാരണം കഴിച്ചാൽ മതി. ഇവിടെ ഉമ്മ രസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രസം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വേണ്ട, ഇക്ക കഴിച്ചാൽ മതി. ഞാൻ കറിയൊന്നും വെക്കലില്ലക്ക. അത് ചിലപ്പോൾ ഉപ്പൊക്കെ എന്തെങ്കിലും ചീത്ത പറയും. പിന്നെ ഉമ്മ എന്നെ കൊണ്ട് വെപ്പിക്കലും ഇല്ല. ഞാൻ വെക്കണ കറികളൊന്നും അവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്. എനിക്കങ്ങനെയൊന്നും കാര്യമായിട്ട് വയ്ക്കാനറിയില്ല. വല്ല മസാല കറികൾ വെച്ചാൽ തന്നെ അവർ ചീത്ത പറയും. അതുകൊണ്ട് ഞാനൊന്നും ചെയ്യലില്ല. എന്താണ് ഇപ്പോൾ വിളിക്കാന്നാ? അല്ലേ വേണ്ട അല്ലേ? എന്ത് ചെയ്യാ? ആര് വിളിക്കണേ? ആര് വിളിക്കണ കാര്യമാണ്? കുറച്ച് കഴിഞ്ഞാലാ? ആരോ വിളിക്കണ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക്. അതെ, എന്ത് സാധനം കൊണ്ടുവരിക? കഴിക്കണതാണോ? കഴിക്കണതല്ലേ, പിന്നെന്താ കൊണ്ടുവരിക? ശരി, ഞാൻ വിളിച്ചാൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. ഇക്ക എന്താ എനിക്ക് ഓർഡർ ആക്കിക്കാണോ എന്തേലും?
കഴിക്കണതാണെങ്കിൽ പറഞ്ഞോളും കേട്ടോ. ചിലപ്പോൾ ഉമ്മ എന്തെങ്കിലും ചീത്ത പറയും. ചീത്ത പറയില്ല, ചീത്ത പറയുന്നല്ല, ചിലപ്പോൾ ഉമ്മ എന്തെങ്കിലും വിചാരിക്കില്ല. ഇനിയിപ്പോൾ ഇക്ക ഓർഡറാക്കി മേടിക്കണമെങ്കിൽ കഴിക്കണമെന്നല്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ അതിന് അവർക്ക് അറിയുമോ? ഇക്ക കൊടുക്കുമോ? ശരി, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചെടുക്കാം. പിന്നെന്താ, ഇക്കാക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? മഴയുണ്ടോ അവിടെ? ഇവിടെ മഴയില്ല, ഇവിടെ ഭയങ്കര ചൂടാണ്. റൂമിലൊക്കെ നല്ല ചൂടാണ്. ശരിക്ക, ഉമ്മ അതേ വിളിക്കുന്നുണ്ട്. ഇതമ്മ എപ്പ വരാ? പാത്രം എടുത്തുക്ക. ശരിക്ക, ഞാൻ ഇപ്പൊ വിളിക്കാട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, കിടക്കാൻ പോകുമ്പോ വിളിക്കാം. ഉമ്മ വിളിക്കുന്നുണ്ട്. ശരി, അസ്സലാമു അലൈക്കും. ആ, ടാറ്റ. ഹലോ, ആ ആ അഡ്രസ്സ് വെച്ചിട്ടല്ലേ? നമ്മളെ എലവത്തൂരാണ് വീട്. ആ, കുന്നത്ത് എന്ന് പറയാം, വാട്ടർ ടാങ്കില്ലേ? ആ, അവിടെ തന്നെയാണ് കേട്ടോ. ആ ആ, വന്നാൽ മതി, ഞാൻ ഫ്രണ്ടിലേക്ക് വരാം. താഴത്തുണ്ടല്ലേ? അപ്പോൾ ആ കാണുന്ന വഴിയില്ലേ, അത് ജസ്റ്റ് ഇന്നലെ കയറിയ ഒരു കുന്നു പോലെ ആയിരിക്കും. അതിൽ 4ാമത്തെ വീടൊക്കെ ആയിട്ട് വരും. ആ ശരി, ആ ശരി. എന്താണോ ഇക്ക ഓർഡർ ആക്കിയിരിക്കുന്നത്? ആയിക്കോട്ടെ. ആരാ ഫോൺ ബില്ലടിക്കുന്നുണ്ടല്ലോ? നല്ല മണം വരുന്നുണ്ടല്ലോ. അതെന്തൊക്കെ സാധനമാവോ? ആ, നല്ല മണം വരുന്നുണ്ടല്ലോ. എന്തൊരു സാധനം അത്? ഇത് അൽഫാമാണല്ലോ. ഇതാരും ഓർഡർ ചെയ്തപ്പോ? അവൾ ഓർഡർ ചെയ്താവോ? ഇതിനൊക്കെ നല്ല ബുദ്ധിയുണ്ടല്ലോ. ആരോട് ചോദിച്ചിട്ടപ്പോ ഓർഡർ ചെയ്ത്? എന്നോട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ. അവിടെ ഇരിക്കട്ടെ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. പറ്റില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. കയ്യൊക്കെ മണം. അവിടെ ഇരിക്കട്ടെ. ഇല്ല, ചോദിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു സാധനം പൈസ ഇട്ടിട്ട് പറയണ്ട. അല്ല, അയ്യ എവിടുക്ക പോണു? പുറത്തേക്ക് പോയ സാധനമൊക്കെ എന്റെ കയ്യിൽ കിട്ടി. എന്തിട്ടാ? അതെന്തോ ആകട്ടെ. ഈ എന്താ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത്? ഞാനൊന്നും ഓർഡർ ആക്കിയിട്ടില്ലമ്മ. പിന്നെ ആരും ഓർഡർ ചെയ്തിട്ടപ്പോ കൊണ്ടുവന്നത്? എനിക്കറിയില്ല. ഇക്ക എന്തോ സാധനം വരും പറഞ്ഞിട്ട് അവര് വിളിച്ചിട്ടുണ്ട്. പറഞ്ഞാല് ഇക്ക ഇക്ക ഇക്ക. എന്റെ മക്കളൊന്നും അങ്ങനെ ചെയ്യൂല. എന്നോട് ചോദിക്കാണ്ട് എന്റെ മക്കള് ചെയ്യില്ല. ഇല്ലമ്മ, ഇക്ക വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരാള് വിളിക്കും, അപ്പൊ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കണം, അപ്പൊ അവര് കൊടുന്ന് തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കഴിക്കണതാണെന്ന് വെച്ചപ്പോ അല്ലാന്ന് പറഞ്ഞത്. എന്താ സാധനം പോലും എനിക്കറിയില്ല. ഈ സാധനമായിട്ട് അറിയണ്ട. എന്ത് പറഞ്ഞാലും ഇക്ക പറഞ്ഞു ഇക്ക പറഞ്ഞു. ഇക്ക എന്താ എന്റെ മക്കളാ? എന്റെ മക്കളെ ഞാൻ തന്നെ വളർത്തിയത്. എന്റെ മക്കൾ എന്നോട് ചോദിക്കാണ്ട് ചെയ്യില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാ. ഞാനൊന്നും എനിക്കത് എങ്ങനെയാന്ന് പോലും അറിയില്ല. അറിഞ്ഞില്ലെങ്കിൽ വേണ്ട. കുടുംബത്തിലെ രസം വെച്ചിട്ടുണ്ട്, പൊരിയിലും മീൻ പൊരിച്ചൊക്കെ ഉണ്ട്. അത് പോയിട്ട് ചോറ് കഴിച്ചിട്ടേ മോള് ചെന്ന് കിടന്നുറങ്ങാൻ നോക്കിട്ടാ. സാധനം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് തിന്നണ്ട. അങ്ങനെ നീ അത് ഓർഡർ ചെയ്ത് ഇന്ന് തിന്നാലേ ഇനി എന്നും വരവാകും. നയിക്കണ കാശ് പിന്നെ സത്യമായിട്ടും അതെന്താന്ന് പോലും എനിക്കറിയില്ല. അമ്മ തിന്നെന്ന് പറയുമ്പോഴാണ് തിന്നണതാണെന്ന് തന്നെ അറിയണത്. ഇക്ക എന്തോ കഴിക്കണോ പറഞ്ഞു. അപ്പൊ ഞാൻ അതെന്താ സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്ക പറഞ്ഞു ഒരാള് വരും, വന്ന് വിളിക്കും, അപ്പൊ വഴി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഞാൻ അതുപോലെ ഫോൺ വന്നപ്പോ പറഞ്ഞു കൊടുത്തു. അവനക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. അവൻ വിളിക്കട്ടെ. അവനാണ് വടക്കാക്കണത്. അവനാണെങ്കില് അല്ല ഈ എന്റെ ഇഷ്ടത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിക്കട്ടെ അവനിക്ക്. എന്തായാലും ഇനിയിപ്പോ ഈ നേരത്തെ വിളിക്കല്ല, നാളെ അങ്ങോട്ട് വിളിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് എന്താ തന്നെ ഇതൊന്നും അലറങ്ങുള്ളൂ. അങ്ങനെ ചെയ്യരുത്. പിന്നെ എല്ലാം വരവാകും. പിന്നെ ഇങ്ങോട്ട് ടേസ്റ്റ് കണ്ടാല് ടേസ്റ്റ് നോക്കണ്ട. ചെല്ല്.